കേരള കാമരാജ് കോൺഗ്രസ് UDF-ലേക്ക് എത്തുമെന്ന പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ പ്രഖ്യാപനത്തെ പാടെ തള്ളുകയാണ് VSDP നേതാവ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ. ഈ വിഷയത്തിൽ അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്ന ദൃശ്യങ്ങളാണിത്. നമ്മുടെ ബഹുമാനപ്പെട്ട വി.ഡി. സതീശൻ അദ്ദേഹം എന്നോട് സംസാരിച്ചു എന്നുള്ളതാണ്. ഈ രണ്ട് സമയത്ത് ഞാൻ വിളിച്ചിരുന്നു. രണ്ട് സമയത്തും അദ്ദേഹം ഫോൺ എടുത്തിരുന്നില്ല. എൻ്റെ ഫോൺ ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. മുൻകാലങ്ങളിൽ നമ്മൾ അവരോട് ചർച്ച ചെയ്തു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ട് തന്നെയാണ് ചർച്ച നടത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യവും സംശയമില്ല. ഇന്ന് മറ്റ് ജില്ലകളിൽ NDAയുമായിട്ട് നമുക്ക് ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ കേന്ദ്ര നേതൃത്വം സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അവർ ഉൾക്കൊണ്ട് നമുക്ക് ബോധ്യപ്പെടുത്തി സംസാരിച്ചാൽ മാത്രമേ നമ്മൾ തുടർന്ന് സഹകരിക്കൂ. നേതൃത്വത്തിൽ ഇരിക്കുന്ന പല ആളുകളും കാമരാജ് കോൺഗ്രസിനെ ചവിട്ടിത്താക്കുന്നവരാണെന്നുള്ള അഭിപ്രായമാണ് ഇവിടെ എല്ലാവരും അഭിപ്രായം പറഞ്ഞത്. പേരുകൾ ഞാൻ പറയുന്നില്ല. അത് പ്രസിഡൻ്റല്ല. പ്രസിഡൻ്റെ കൂട്ടത്തിൽ ഭാരവാഹിത്വത്തിൽ ഇരിക്കുന്ന പലരും ഈ കാമരാജ് കോൺഗ്രസ് ഇവിടെ വളരെ ഒട്ടും താല്പര്യമില്ലാത്തവരാണ്. ഒരു കൊച്ചുദാഹരണം ഒന്ന് നോക്കണം. ഇവിടെ ഇരിക്കുന്ന ഈ സംസ്ഥാന വനിതാ നമ്മുടെ പ്രവർത്തകർ 32 സ്ഥലങ്ങളിൽ ക്യാൻവാസിങ്ങിന് ഇറങ്ങി ഈ സിറ്റിയിൽ. അത് കഴിഞ്ഞ് ജയിച്ചു കഴിഞ്ഞിട്ട് സത്യപ്രതിജ്ഞയ്ക്ക് ഈ നേതൃത്വം കാമരാജ് കോൺഗ്രസിനെ വിളിച്ചിട്ടില്ലായിരുന്നു. നിങ്ങൾ കണ്ടല്ലോ. രാജീവ് ചന്ദ്രശേഖർ മാത്രം, ഞങ്ങളൊന്നും അതിലില്ലല്ലോ. അപ്പോൾ രാജീവ് ചന്ദ്രശേഖറിൻ്റെ താല്പര്യങ്ങൾ നല്ല താല്പര്യമാണെങ്കിലും രാജീവ് ചന്ദ്രശേഖറിൻ്റെ തൊട്ട് താഴെ നിന്ന് പ്രവർത്തിക്കുന്ന ആളുകൾ ഈ പാർട്ടി വളർന്നു വന്നാൽ 2ഓ 3ഓ സീറ്റ് ഒരു പക്ഷേ നമുക്ക് തരേണ്ടി വരും, അത് ചില ആളുകൾക്ക് നഷ്ടമാണ് എന്നുള്ള തോന്നലിൽ നമ്മൾ ഒതുക്കാനുള്ള പരിശ്രമം നടത്തുന്നു. അങ്ങനെയൊന്നും ഒതുങ്ങുന്ന പ്രസ്ഥാനമായിരിക്കില്ല കാമരാജ് കോൺഗ്രസ്. കഴിഞ്ഞ തർക്കമുണ്ടായ ഒരു കാലത്ത് ഞങ്ങൾ 10 വർഷങ്ങൾക്ക് മുമ്പേ മത്സരിച്ചു. BJP മത്സരിച്ചു. ആ മത്സരിച്ച സമയത്ത് എൻ്റെ ബ്ലോക്ക് സ്ഥാനാർത്ഥി അന്ന് ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസത്തിലായിരുന്നു. ആ സ്ഥാനാർത്ഥി അന്ന് മത്സരിച്ച സ്ഥാനാർത്ഥി സോമശേഖരൻ ഇവിടെ ഉണ്ട്. അന്ന് BJP 4ാം സ്ഥാനത്തായിരുന്നു. കാമരാജ് കോൺഗ്രസ് അന്ന് 3ാം സ്ഥാനത്തായിരുന്നു. അതുകൊണ്ട് എത്തരം ഫൈറ്റുകളായാലും ഈ ഇവിടുത്തെ ചില നേതൃത്വത്തിൻ്റെ കടുംപിടുത്തങ്ങൾ, ചില പരിപാടികളിൽ, അതിന് മുമ്പുള്ള പരിപാടി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അവഹേളനം മാത്രം തന്നെയാണ് അതിൽ നിന്നുണ്ടാവുന്നത്. അത് പരിഹരിക്കാൻ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് കഴിഞ്ഞാൽ മാത്രമേ ഈ പ്രസ്ഥാനത്തിൽ നമ്മൾ ഉണ്ടാവൂ. അതിൽ സംശയമൊന്നും വേണ്ട. അത് പൂർണ്ണമായിട്ട് അവർ പരിഹരിക്കുമെങ്കിൽ സന്തോഷം. അങ്ങനെ നല്ലത് വരട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കുന്നു. മറ്റ് ചർച്ചകളുടെ വിവാദങ്ങളും കോൺഗ്രസുമായിട്ടുള്ള ഈ വിവാദങ്ങളിലൊന്നും തുടർന്ന് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല. വന്ന തെറ്റിദ്ധാരണ മാറ്റാനുള്ള പരിശ്രമം കാമരാജ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാവും. 6 സീറ്റുകൾ നമ്മൾ ആവശ്യപ്പെടാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ 2 എണ്ണം തിരുവനന്തപുരം തന്നെയാണ്. ബാക്കി കോഴിക്കോട്, വയനാട്, ഇടുക്കി, പീരുമേട്, കാസർഗോഡ്, അങ്ങനെ 6 സ്ഥലങ്ങൾ. അല്ല, വിട്ടുവീഴ്ച ഞങ്ങൾ ഈ 11 വർഷത്തിൽ നിന്നിട്ട് ഈ പാർട്ടിക്കകത്ത് നമ്മൾ നിന്നിട്ട് നമ്മൾ കഴിച്ചത് വെറും ചായയും വടയും മാത്രമാണ്. ഈ 11 വർഷം ഈ NDAക്കൊപ്പം നിന്ന് പോരാടിയിട്ട് 7 മണിക്ക് പ്രവർത്തനത്തിലിറങ്ങി രാത്രി 11 11:30 മണി വരെ പ്രവർത്തിക്കുന്ന ഈ പ്രവർത്തകർ, ഈ ഭാരവാഹികൾ നമ്മൾ നേടിയത് ഇത്ര മാത്രമേ ഉള്ളൂ. എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് സഹായിക്കാമായിരുന്നു. ജീവിതം തന്നെ സമർപ്പിച്ച് കിടക്കുന്ന ഒരുപാട് പ്രവർത്തകർ ഇതിലുണ്ട്. അവരംഗീകരിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട പ്രസിഡന്റ്, ഞാനിത് പൂർണ്ണമായിട്ട് അദ്ദേഹത്തിൽ വിശ്വാസമുണ്ട് എനിക്ക്. കാരണം അദ്ദേഹം ഇതിൽ നിരപരാധിയാണ്. അദ്ദേഹത്തിന് എല്ലാവരെയും വിളിക്കാൻ കഴിയില്ല. പക്ഷേ അദ്ദേഹത്തിന് ഇത്തരത്തിൽ വിളിക്കാൻ ഏർപ്പെടുത്തുന്ന ആളുകൾ, അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന പല ആളുകളും ഇത്തരത്തിലൊരു ഘടകകക്ഷി വളർന്നു വരണതിൽ സന്തോഷമല്ല, ദുഃഖമുള്ളവരാണെന്നുള്ളത് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആ ദുഃഖങ്ങളൊക്കെ അവർ മാറ്റട്ടെ. ഈ സീറ്റ് നമ്മൾ ആവശ്യപ്പെടും. അവർ വന്നാൽ ഈ കാമരാജ് കോൺഗ്രസ് ഇവിടെ മത്സരിക്കും. തിരുവനന്തപുരത്ത് കോവളം, അരീക്കര, പാറശാല, ഇടുക്കിയിൽ പീരുമേട്, കോഴിക്കോട് സൗത്ത്. ഞാൻ ചോദിക്കട്ടെ, ഈ തിരുവനന്തപുരം ജില്ലയിൽ ഞങ്ങൾക്ക് ഇവിടെയാണ് ഞങ്ങൾ കുറച്ച് കൂടുതൽ ശക്തി. പിന്നെ നമുക്ക് കോഴിക്കോട്, അതുപോലെ പീരുമേട്, ഞാൻ ഈ പറഞ്ഞ സ്ഥലങ്ങളാണ്. ഇവിടെ നിന്ന് ആരെങ്കിലും ഒരാളെ നമുക്ക് കണ്ണൂരോ കോഴിക്കോടോ മത്സരിക്കാൻ NDA, അത് 4 മാസം, ഞാൻ പറഞ്ഞല്ലോ 4 മാസങ്ങൾക്ക് മുമ്പേ വി.ഡി. സതീശനുമായിട്ട് സംസാരിച്ചു.
കെ മുരളീധരനുമായിട്ട് സംസാരിച്ചു. ഹരിപ്പാട് ഞാൻ പോയ സമയത്ത് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് പോയപ്പോഴും ഞാൻ സംസാരിച്ചു. തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമായിട്ട് സംസാരിച്ചു. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ സംസാരിച്ച് നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്നൊരു ചർച്ച നടത്തി. നമ്മൾ പഞ്ചായത്ത് ഇലക്ഷന് അത് സ്റ്റോപ്പ് ചെയ്ത് നമ്മൾ മത്സരിച്ചില്ലേ. ഇതായിരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് വാർഡിൽ ജയിച്ചത് പൂർണ്ണമായിട്ട്. അവിടെ ഭാഗ്യത്തിന് BJPക്ക് വോട്ടില്ല, 60 വോട്ടേ ഉള്ളൂ. അവിടെ BJPക്ക് വോട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചു. അവിടെ BJPക്ക് 400 വോട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് അജി തോറ്റു പോകുമായിരുന്നു. ഈ മനംമടുത്ത് പോർക്കളത്തിൽ നിന്ന് പിന്തിരിയലല്ല, മരണമാണ് നല്ലത്. പൊരുതിക്കൊണ്ട് തന്നെ ഇരിക്കും. ഞങ്ങളങ്ങനെ പുറകോട്ട് പോകില്ല. മനമൊന്നും അടുത്ത് ഇവർ കാണിക്കുന്ന ഇത് തിരുത്തപ്പെടാൻ വേണ്ടിയുള്ളതാണ്. അതിനകത്ത് തിരുത്തപ്പെടാനുള്ള ശക്തിയായിട്ട് നിൽക്കാൻ എനിക്ക് തൻ്റെ ഇടമുണ്ട്. ഞാൻ ഉറപ്പായിട്ട് തിരുത്തപ്പെടും. ഇത്തരത്തിൽ ഒതുക്കാൻ വേണ്ടി നടക്കുന്ന ആളുകളെല്ലാം ഒറ്റപ്പെടും. മരണമാണ് നല്ലതെന്ന് ഉറപ്പുന്ന ഈ സഹോദര എന്നാണ്. ഇത് മരണമൊന്നും നമുക്കുണ്ടാവില്ല. നിങ്ങൾ നോക്കോ, ഞങ്ങൾ മത്സരിക്കേണ്ടി വന്നാലും ഞങ്ങൾക്ക് അത്യാവശ്യം ശക്തിയും ആളും ബലമൊക്കെ നമുക്ക് കാണും. യഥാർത്ഥത്തിൽ അന്ന് ഞാൻ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പെഴുതി. അത് നിങ്ങളെല്ലാവരും എടുത്ത് എഴുതിയാണ്. BJP കടിഞ്ഞാണില്ലാത്ത കുതിര എന്ന ഹെറ്റിങ്ങോടുകൂടി. അത് വലിയ വാർത്തയായി. ഇതൊക്കെ ആയപ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടോയെന്ന് ചോദിച്ചാൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് തന്നെ പറഞ്ഞു. ഞാൻ പറഞ്ഞു തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ട്, ഞങ്ങൾക്കിങ്ങനെ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. കാര്യം ഞങ്ങൾ നേരത്തെ അവരെ കൂട്ടത്ത് ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ. ഞങ്ങളുടെ ഓഫീസിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വന്ന് ചർച്ച നടത്തിയിട്ടുണ്ടല്ലോ. ഈ രമേശ് ചെന്നിത്തലയും ശിവകുമാറുമായിട്ട് നമ്മുടെ ഓഫീസിൽ വന്ന് ചർച്ച നടത്തിയിട്ടുണ്ടല്ലോ. ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ. ബലം അവർക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. നമുക്ക് മാത്രമല്ലേ ഒന്നും കിട്ടാതെ ഉള്ളൂ. ഒരു പക്ഷേ നമുക്ക് ഈ NDAയിൽ അതൃപ്തരാണ് എന്നാണ് കമ്മിറ്റി. ഇന്നും NDAയുമായിട്ട് അതൃപ്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഇരിക്കുന്ന ജില്ലാ കമ്മിറ്റിയിൽ നല്ലൊരു ഭാഗം അതൃപ്തി തന്നെയാണ് പറഞ്ഞത്. ഞങ്ങൾ ഇത് ശരിയാക്കി എടുക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ്. വിലപേശൽ എന്നുള്ള വാക്ക് നമ്മൾക്ക് ഒരിക്കലും വരും. നമുക്കെന്ത് വിലപേശൽ? നമുക്ക് കോൺഗ്രസ്സിൽ പോകണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോകും. ഞങ്ങൾ തീരുമാനിച്ചു. പക്ഷേ തീരുമാനിച്ചിട്ടില്ല. NDA വിടണമെങ്കിൽ ഞങ്ങൾ തീരുമാനിക്കും. NDA വിട്ടാൽ NDAക്കാളും വലിയ കക്ഷിയൊന്നുമില്ല കാമരായ കോൺഗ്രസ്. എന്നാൽ ആരെയും ജയിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ തോപ്പിക്കാൻ വിചാരിച്ചാൽ പറ്റും. അതിനുള്ള കഴിവ് നമുക്ക് ഈ പാർട്ടിക്കുണ്ട്. ജയിക്കാനൊന്നിച്ച് സ്വതന്ത്രനായിട്ട് പറ്റില്ല. പക്ഷേ 5000 4000 വോട്ടൊക്കെ പ്രതീക്ഷിച്ച് എന്ന് വിചാരിക്കുന്ന ആളുകളൊക്കെ തോപ്പിക്കാനുള്ള കഴിവ് ഈ കാമരായ കോൺഗ്രസിനുണ്ട്. 2.5 മണിക്കൂറിന് മുമ്പ് ഞാൻ രമേശ് ചെന്നിത്തലയും ഈ പത്രസമ്മേളനം ഇന്നലല്ലേ നടന്ന, 2 ദിവസം മുമ്പേ നടന്ന ആ പത്രസമ്മേളനത്തിൽ 2 പേരെ നമ്പറിൽ ഞാൻ വിളിച്ചിട്ടുണ്ട് അനൗൺസ് ചെയ്യരുത്. 3ാമത്തെ നമ്പർ 2 മണിക്കൂറിന് മുമ്പേ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ഞാൻ വിളിച്ചു. അദ്ദേഹം എടുത്തു. ഫോൺ എടുത്തിട്ട് ഞാൻ പറഞ്ഞു, നമ്മളിതിൽ ഇനി വലിച്ചഴക്കരുത്, ഞങ്ങളിതിൽ മുമ്പോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ മറ്റ് കക്ഷികളുടെ കൂട്ടത്ത് നമ്മളെയും പ്രഖ്യാപിക്കാൻ പോകണമെന്ന് 2 ചാനലിലുള്ള ആളുകൾ എന്നോട് വിളിച്ച് പറഞ്ഞിരിക്കുന്നു. അത് ചെയ്യരുത്. ശരി, ഞാൻ ഇപ്പോൾ തന്നെ അറിയിക്കാം. ഒന്ന് VD സതീശനെയും കൂടി ഒന്ന് വിളിക്കണം പറയണമെന്ന് പറഞ്ഞാൽ VD സതീശനെ വിളിച്ചു, എടുത്തില്ല. രമേശ് ചെന്നിത്തല വിളിച്ചെടുത്തില്ല. ഇദ്ദേഹം എടുത്തു. അത് ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. അത് കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് പത്രസമ്മേളനത്തിൽ നമ്മൾ കൂടി നിൽക്കാൻ വേണ്ടിയിട്ട് 3 കക്ഷികളെ പെടുത്തുന്നതിൽ കാമരായ കോൺഗ്രസിന് വിഷ്ണുപുരം ചന്ദ്രശേഖരനൊക്കെ അപേക്ഷ കൊടുത്തു എന്ന് പറയണത്, അങ്ങനെ പറഞ്ഞത് ഒട്ടും ചോദിപ്പല്ല. ഇന്ത്യ മഹാരാജ്യത്ത് എവിടെയെങ്കിലും ഒരു അപേക്ഷ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ചാനലിൽ എടുത്ത് കൊടുക്കട്ടെ. ഏതെങ്കിലും ഒരു ചാനലിൽ ഞാൻ ഇതെല്ലാം ബോധ്യപ്പെടുത്താനും തയ്യാറാണ്. അല്ല, തിരിച്ചെന്തെങ്കിലും അവർക്ക് ബോധ്യപ്പെടുത്താണ്ട് അത് പറഞ്ഞിട്ട് ഞാൻ തിരുത്താൻ തയ്യാറാണ്. ഞാൻ എല്ലാവരെയും സംസാരിച്ചു എന്നുള്ള സത്യമാണ്. തിരുവനന്തപുരത്ത് മുരളീധരനെയും പോയി കണ്ട് ഞാൻ സംസാരിച്ച സത്യമാണ്. അത് ആ കാര്യങ്ങൾ സംസാരിച്ച കാര്യങ്ങൾക്ക് അപ്പുറമായിട്ട് കാര്യങ്ങൾ പരിഹരിക്കാവുന്നോ ഒരു പ്രശ്നം ഉണ്ടാവുന്നോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല. പഞ്ചായത്ത് ഇലക്ഷൻ സമയത്ത് ഞങ്ങൾ പഞ്ചായത്തിൽ NDAക്ക് സ്ഥാനാർത്ഥികളായിട്ട് നമ്മൾ നിർത്തി. എല്ലാം കൂടി നല്ല സ്ഥാനാർത്ഥി നിർത്തി. 3 ജില്ലാ ഡിവിഷനിൽ നമ്മൾ നിർത്തി. കാഞ്ഞിരംകുളം, പൂവച്ചൽ, കോഴിക്കോട് പേരമ്പ്ര അല്ലേ, ഇദ്ദേഹമാണ് പേരമ്പ്ര കോഴിക്കോട് നിന്ന സ്ഥാനാർത്ഥി, മേപ്പയൂർ. ഇങ്ങനെ ഞങ്ങളെല്ലാ സ്ഥാനാർത്ഥിയെ നിർത്തി മറ്റ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാനും അകാരോത്രം പണിയെടുത്ത് അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ പോയി. അത് കഴിഞ്ഞിട്ട് അവരെല്ലാവരും കൂടിയിരുന്നിട്ട് എന്നെ ഒരു പ്രമുഖ ചാനൽ വിളിച്ച് പറയാണ്, ഞങ്ങളൊരു ന്യൂസ് കൊടുക്കട്ടെ, നിങ്ങൾ ഇതുപോലെ കക്ഷി. ഞാൻ പറഞ്ഞു കൊടുക്കണ്ട, നിങ്ങൾക്ക് ചോദിക്കാറില്ല, ഞാൻ വ്യക്തിപരമായിട്ട് വേണമെങ്കിൽ പറയാം, ഇപ്പം ഞാൻ പറയണില്ല. അത് കഴിഞ്ഞപ്പോൾ അടുത്ത ചാനലിൽ എന്നെ വിളിക്കുന്നു, എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ച്, ഇപ്പോൾ അടിച്ചെടുക്കട്ടെ എന്ന്. ഞാൻ പറഞ്ഞു അടിക്കണ്ട, ഞാനിതറിഞ്ഞില്ല, ഞാൻ അറിയാത്ത അടി അടിക്കണ്ട. ഞാൻ വിളിച്ച് അവിടെ ഇത് കണ്ടിട്ടാണ് ഞാൻ തിരുവഞ്ചൂരിനെ വിളിക്കുന്നത്. അദ്ദേഹം അത് ഞാൻ പറയണത് അദ്ദേഹത്തിൻ്റെ ഉണ്ട്. ഞാൻ വേണമെങ്കിൽ അത് ഒരു തർക്കം വന്നു കഴിഞ്ഞാൽ അതൊക്കെ ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തും. ഞാനിതിൽ വഞ്ചകനല്ല. ഞാൻ UDFനെ
അത് NDA വഞ്ചിക്കാന്ന് വിചാരിച്ചാൽ അതും നടക്കില്ല, UDF തന്നെ വഞ്ചിക്കാന്ന് വിചാരിച്ചാൽ അതും നടക്കില്ല. ആരെ നിങ്ങൾ പറയും പോലെ ഇവർ കഥവ് പൂട്ടി വെച്ചുകൊണ്ടിരിക്കണം, ഇനി അവരെന്തൊരു പൂട്ടിട്ടിരിക്കണമെന്ന് അറിഞ്ഞോളൂ. ഈ LDF ആണ് ഈ പാർട്ടിക്ക് ഉദ്ഘാടനം നടത്തിയത്, വക്ക മിഷൻ പുത്തരിക്കണ്ടത്ത് വെച്ച്. അല്ല, ഞാൻ നിങ്ങളുടെ ചോദിച്ചതിന് മറുപടി അവരാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. അല്ല, അതിലെല്ലാം ഈ പാർട്ടി എന്നെ വിശ്വസിച്ച് വന്നവരാണ് ഈ സംസ്ഥാന കമ്മിറ്റി, ജില്ലാ ഭാരവാഹികൾ. എന്തോ അവർ തീരുമാനിക്കണമെന്ന് രാഷ്ട്രീയത്തിൽ. അല്ല, അത് പാർട്ടി തീരുമാനിക്കണമല്ലോ. ഈ വിളിക്കുന്നിടത്തൊക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കാനും വഞ്ചകനാവാനും നമ്മൾ വയ്യല്ലോ. ഇതുണ്ട് LDF. ഞാൻ LDFിൻ്റെ കൂട്ടത്തായിരുന്നു എന്ന് പറഞ്ഞാൽ അന്ന് അവരിറക്കിയ ഒരു പോസ്റ്ററാണ്. ഈ 14 പോസ്റ്റർ പോലെ കാണിക്കാം, 14 പോസ്റ്റർ ഞാൻ ഇതുപോലെ കാണിക്കാം. ഞങ്ങൾ ഇടതുപക്ഷത്തിലോട്ട് നിന്നിട്ടുണ്ട്. ഞാൻ നേമത്ത് പ്രസ്റ്റേജ് സ്ഥലമായിട്ടുള്ള ശിവൻകുട്ടി മത്സരിച്ച സമയത്ത് സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ ഞാൻ ആണ് അതിൽ പങ്കെടുത്തത്. ആ കൺവെൻഷനിൽ അറിയാത്തയും അറിയിക്കാത്തയും കാര്യങ്ങൾ പറഞ്ഞാൽ ആര് തന്നെയായാലും ഞാൻ തിരുത്തപ്പെടും. ഇപ്പം രണ്ടാമത് പറഞ്ഞ ആരോപണവും ഞാൻ തിരുത്തുന്നത് 2 കാളാണ്. ആ 2 കാളിൽ VD സതീശൻ എന്നോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ തല മുട്ടയടിച്ച് മീശയെടുത്ത് നടക്കും. കാര്യം നിങ്ങളോട് ഞാൻ കള്ളം പറഞ്ഞതുകൊണ്ട്. എല്ലാ മേഖലയിലും ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് സഹകരിച്ചില്ല എങ്കിൽ പിന്നെ അവരോട് തന്നിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെയൊന്നും വേണ്ടി വരില്ല. രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ലൊരു നേതാവാണ്. അദ്ദേഹത്തിന് ഇതൊക്കെ നിസ്സാരമായിട്ട് പരിഹരിക്കാൻ കഴിയും. അതിൻ്റെ നിർദ്ദേശം കേന്ദ്ര നേതൃത്വം അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഒരു പാർട്ടിക്കും നിലവിൽ ഞങ്ങൾ അപേക്ഷ നൽകിയിട്ടില്ല. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. കൂടാതെ ഈ മുതിർന്ന കോൺഗ്രസ് നേതാക്കളടക്കം വലിയൊരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട് ഈ വിഷയത്തിൽ. അത് തിരുത്തേണ്ട ബാധ്യതയും കേരള കാമരാജ് കോൺഗ്രസിന് തന്നെയാണ്. അത് എത്രയും പെട്ടെന്ന് തന്നെ തിരുത്തുകയും ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞത്. കൂടാതെ NDAയിലെ ഘടകകക്ഷികളോടുള്ള സമീപനം തെറ്റാണ്, അത് എത്രയും പെട്ടെന്ന് തിരുത്തണം. ഇത് BJP സംസ്ഥാന അധ്യക്ഷൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് അദ്ദേഹം എത്രയും പെട്ടെന്ന് തന്നെ പരിഹരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കരുത്തുറ്റ ഒരു നേതാവ് ആയതുകൊണ്ട് തന്നെ പ്രതീക്ഷ കൈവിടുന്നില്ല. അല്ലാത്ത പക്ഷം ഇനിയിപ്പോൾ അത് പരിഹരിക്കുന്നില്ല എന്നുള്ളതാണെങ്കിൽ ഈ NDAയിൽ നിന്നടക്കം വിട്ടുനിൽക്കുന്ന ഒരു നടപടികളിലേക്ക് കടക്കുമെന്നും NDAയിൽ തുടരുകയില്ല എന്നുള്ളതുമാണ് അവർ പറയുന്നത്. ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം അനശ്വര, വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.